Hi all, welcome to Wings to Win Education. ഡിറ്റർമിനേഷൻ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ എങ്ങനെയാണ് ഇക്കോണമിയിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് മാക്രോ എക്കണോമിക്കിൻ്റെ സെക്കൻഡ് മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത്. ഇങ്ങനെ ഡിറ്റർമിനേഷൻ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് എല്ലാ ഇക്കോണമിയിലും ഒരുപോലെയല്ല. അതായത് നമുക്കറിയാം ക്ലാസിക്കലിസ്റ്റ്, കെയ്നീഷ്യൻസ്, ന്യൂ കെയ്നീഷ്യൻസ്, അതുപോലെ തന്നെ മോണിറ്ററിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഉദയം കൊണ്ടിട്ടുള്ളത് ക്ലാസിക്കലിസ്റ്റുകളാണ്. അപ്പോൾ ഈ ക്ലാസിക്കലിസ്റ്റുകളും പിന്നെ മോസ്റ്റ് മേജറായിട്ട് വന്നിട്ടുള്ള ക്ലാസിക്കലിസ്റ്റിന് ശേഷം വന്നിട്ടുള്ള കെയ്നീഷ്യൻ ഇക്കണോമിക്സിലും, അങ്ങനെ ക്ലാസിക്കലിസ്റ്റുകളും കെയ്നീഷ്യൻസും എങ്ങനെയാണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. കാരണം ക്ലാസിക്കലിസ്റ്റ് ഇക്കോണമിയിലും കെനീഷ്യൻ ഇക്കോണമിയിലും ഒരുപോലെയല്ല ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെൻറ്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. അവ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്ലാസിക്കൽസിൻ്റെ പക്ക ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉള്ളവരായിരുന്നു കെനീഷ്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ തോട്ടും ഇക്കോണമിയോടുള്ള അവരുടെ കോൺസെപ്റ്റുകളും എല്ലാം തന്നെ പക്ക ഡിഫറെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്ലാസിക്കലിസ്റ്റ് അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരെങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ക്ലാസിക്കൽ തിയറി ആദ്യം നമ്മൾ ക്ലാസിക്കലിസ്റ്റുകളുടെ ചില പ്രത്യേകതകൾ ചില ഫീച്ചേഴ്സ് നോക്കിയിട്ട് അതിനുശേഷമാണ് അവരെങ്ങനെയാണ് ഇക്കോണമിയിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ഇവിടെ ക്ലാസിക്കലിസ്റ്റുകളുടെ ഓട്ടോമാറ്റിക് ഫോഴ്സസ് ലീഡ്സ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റുകളുടെ മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. ഒരു ഇക്കോണമി എല്ലാ സമയത്തും ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തും. അതെങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുന്നത്? ഈ ഓട്ടോമാറ്റിക് ഫോഴ്സസ്, ഇക്കോണമിയിൽ നിലനിൽക്കുന്ന ഓട്ടോമാറ്റിക് ഫോഴ്സസ്. ഏതൊക്കെയാണ് ഓട്ടോമാറ്റിക് ഫോഴ്സസ്? നമ്മുടെ ഡിമാൻഡും സപ്ലൈയും. ഈ ഡിമാൻഡും സപ്ലൈയും ഇക്കോണമിയെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ദെൻ സെക്കൻഡ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഈസ് എ നോർമൽ സിറ്റുവേഷൻ. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ സിറ്റുവേഷൻ അല്ല, ഒരു നോർമൽ സിറ്റുവേഷൻ ആണ്. ഇക്കോണമി എപ്പോഴും ഫേസ് ചെയ്യുന്നത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റിൻ്റെ അഭിപ്രായം. The main classicalists are Adam Smith, J.S. Mill, ഡേവിഡ് റിക്കാർഡോ, A.C. Pigo ഇതുപോലുള്ളവരാണ് പ്രധാനപ്പെട്ട ക്ലാസിക്കലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ആഡം സ്മിത്തിനെ പോലുള്ള J.S. Mill, ഡേവിഡ് റിക്കാർഡോ, A.C. Pigo ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ലാസിക്കലിസ്റ്റുകൾ. ദെൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്തായിരുന്നു? ദേ ട്രീറ്റ് മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മണി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മണിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ, ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. അതിനപ്പുറത്തേക്ക് മണിക്ക് മറ്റൊരു പ്രാധാന്യമില്ല, അല്ലെങ്കിൽ മണിക്ക് മറ്റു ഫങ്ഷൻസ് ഇല്ല. പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്നുള്ളതാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഗുഡ്സ് എക്സ്ചേഞ്ചിൻ്റെ ഒരു മീഡിയം ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മണീനെ യൂസ് ചെയ്യുന്നത്. ആ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളൊരു ഫങ്ഷൻ മാത്രമേ മണി നിർവഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റിൻ്റെ തോട്ട്.
ദെൻ മണി ആൻഡ് റിയൽ വേജസ് ആർ ഡയറക്ട്ലി റിലേറ്റഡ്. മണി വേജും റിയൽ വേജും എന്താണ്? ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. മണി വേജും റിയൽ വേജും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. മാത്രമല്ല ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി ആൻഡ് റിയൽ വേജസ്. ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണ് മണി വേജും റിയൽ വേജും തമ്മിൽ. മണി വേജും റിയൽ വേജും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻ ആണ്. ദെൻ ഇറ്റ് അസ്യൂംസ് ലോങ് റൺ. ലോങ് റൺ ആണ് എന്ത്? ആര് അസ്യൂം ചെയ്യുന്നത്? ക്ലാസിക്കലിസ്റ്റുകൾ അസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ആർ ഡിറ്റർമിൻഡ് ബൈ ഡിമാൻഡ് ഫോർ ലേബർ ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറുമാണ് ഇക്കോണമിയിൽ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഇക്വലിബ്രിയത്തിൽ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുന്ന സമയത്താണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഒരു ഇക്കോണമിയിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ആരുടെ വ്യൂ? ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ. ഈ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിയൽ വേജിനെ ബേസ് ചെയ്തിട്ടാണ്. W/P ആണ് എന്ത്? റിയൽ വേജിനെ ഡിനോട്ട് ചെയ്യുന്നത്. W/P വേജിനെ എന്തുകൊണ്ടായിരിക്കും? മണി വേജിനെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് റിയൽ വേജ് കിട്ടുന്നത്. അപ്പോൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള, പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വേജ് റേറ്റ് ആയിരിക്കും റിയൽ വേജ് എന്ന് പറയുന്നത്. മണി വേജിൽ എന്തുണ്ടായിരിക്കില്ല? ഈ ഒരു പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതാണ് റിയൽ വേജും മണി വേജും. നമ്മുടെ ചെറിയ കോൺസെപ്റ്റാണ്. ഇനി ഈ റിയൽ വേജ് എന്ന് പറയുന്നത് എപ്പോഴാണ്? എന്തിൻ്റെയൊക്കെ ബേസ് ചെയ്താണ്? ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും കൂടിയിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? ഒരു ഇക്കോണമിയിലെ റിയൽ വേജ് തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ്. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജിൻ്റെ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബറും റിയൽ വേജും തമ്മിൽ എന്ത് റിലേഷനാണ്? നെഗറ്റീവ് റിലേഷനാണ്. റിയൽ വേജ് കൂടുന്തോറും ഡിമാൻഡ് ഫോർ ലേബർ എന്ത് ചെയ്യും? ലേബറിൻ്റെ ഡിമാൻഡ് കുറയും. റിയൽ വേജ് കൂടിയാൽ ലേബറിൻ്റെ ഡിമാൻഡ് കുറയും. റിയൽ വേജ് കുറഞ്ഞാൽ ലേബറിൻ്റെ ഡിമാൻഡ് കൂടും. അതാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ. ഡിമാൻഡ് ഫോർ ലേബറും റിയൽ വേജും തമ്മിൽ എന്ത് റിലേഷനാണ്? നെഗറ്റീവ് റിലേഷനാണ്. കാരണം എന്താണ്? നമുക്കറിയാം ഡിമാൻഡ് ലേബറിൻ്റെ ഡിമാൻഡ് എവിടെ നിന്നാണ് വരുന്നത്? ഒരു ഫേമിൻ്റെ അടുത്ത് നിന്നാണ് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് എംപ്ലോയ്മെൻറ്റ് എവിടെ നിന്ന് വരുന്നു? ഫേമാണ് എന്തിനെ ചൂസ് ചെയ്യുന്നത്? ലേബേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ഫേമാണ് എന്ത് കൊടുക്കേണ്ടത്? വേജ് കൊടുക്കേണ്ടത്. അപ്പം റിയൽ വേജ് കൂടിയാൽ, വേജ് കൂടുന്തോറും ഫേമിൻ്റെ ഡിമാൻഡ് ലേബേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നത് എന്തിരിക്കും? കുറഞ്ഞിരിക്കും. കാരണം കൂടുതൽ വേജ് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വേജ് കൂടുന്തോറും അവരുടെ ഡിമാൻഡ് ഫോർ ലേബറെ കുറയും. അതുകൊണ്ടാണ് ഡിമാൻഡ് ഫോർ ലേബറും റിയൽ വേജും തമ്മിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത്. ദെൻ സപ്ലൈ ഓഫ് ലേബർ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ്. സപ്ലൈ ഓഫ് ലേബർ എന്താണ്? റിയൽ വേജിൻ്റെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. സപ്ലൈ ഓഫ് ലേബർ റിയൽ വേജിൻ്റെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. കാരണം ഇൻക്രീസിങ് ഫംഗ്ഷൻ മീൻസ് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ പോസിറ്റീവ് റിലേഷനാണ്. റിയൽ വേജ് കൂടുന്തോറും സപ്ലൈ ഓഫ് ലേബറും കൂടും. റിയൽ വേജ് കുറയും തോറും സപ്ലൈ ഓഫ് ലേബറും കുറയും. അതെങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ സപ്ലൈ ചെയ്യുന്നത്, ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ലേബർ യൂണിയൻസ് ആണ് അല്ലേ? അവർക്ക് ലേബർ യൂണിയൻസിന് അല്ലെങ്കിൽ ലേബേഴ്സിന് കൂടുതൽ വേജ് എവിടെ കിട്ടുന്നോ അവിടേക്ക് എന്ത് ചെയ്യും? അവർ പോകും. അപ്പോൾ വേജ് കൂടുന്നിടത്ത് എന്ത് കൂടും? സപ്ലൈ ഓഫ് ലേബർ കൂടും, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ സപ്ലൈ കൂടും. റിയൽ വേജ് കുറയുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ലേബറിൻ്റെ സപ്ലൈ കുറയുകയും ചെയ്യും. Then saving and investment is the function of interest rate. ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് ആരാണ്? സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത്. R is the reward for saving. ക്ലാസിക്കലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ സേവിങ്ങിന് കിട്ടുന്ന റിവാർഡാണ് എന്ത്? R മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ ഷോർട്ടായിട്ട് എന്ത് ചെയ്തു? R എന്നുള്ള ഒരു ചരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. R എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ടാണ് സേവിങ് എന്ന് പറയുന്ന സേവിങ്ങിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റിന് എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? R എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദെൻ സേവിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിൻ്റെ റിവാർഡാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സേവിങ്ങിൻ്റെ റിവാർഡാണ്. സേവിങ്ങിന് കിട്ടുന്ന റിവാർഡായിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിനെ ക്ലാസിക്കലിസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. കൺസംഷൻ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. കൺസംഷൻ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളതാണ്. കൺസംഷൻ എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫംഗ്ഷനാണ്.
പ്രൈസ് ലെവൽ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് മണി സപ്ലൈ. പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് മണി സപ്ലൈ. പ്രൈസ് ലെവൽ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈയുടെ ഫംഗ്ഷനാണ് പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. മണി സപ്ലൈ കൂടുന്നു കുറയുന്നു, എത്ര കൂടുന്നു എത്ര കുറയുന്നു, അതിനനുസരിച്ചിരിക്കും ഇക്കോണമിയിലെ പ്രൈസ് ലെവൽ എന്നുള്ളതും ആര് പറയുന്നുണ്ട്? ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം കെയ്നീഷ്യൻസിന്റെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ പലയിടത്തും മാറ്റങ്ങളുണ്ട്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഒന്നല്ല എന്ത് തീരുമാനിക്കുന്നത്? ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും തീരുമാനിക്കുന്നത്. എവിടെ? കെയ്നീഷ്യന്റെ അടുത്ത്. അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറുമാണ് ഇവിടെ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ കെയ്നീഷ്യൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല. അതിന്റെ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കെയ്നീഷ്യൻസിൽ വരുന്നത്. അതുകൊണ്ട് ക്ലാസിക്കൽസിന്റെ ഇത്രയും പ്രത്യേകതകൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കണം. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും റിയൽ വേജ് തീരുമാനിക്കുന്നു. ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജിന്റെ ഡിക്രീസിങ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഫംഗ്ഷനാണ്. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് റിയൽ വേജിന്റെ ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും കൂടിയിട്ട് ഇവിടെ എന്താണ് തീരുമാനിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തീരുമാനിക്കുന്നത്. കെയ്നീഷ്യൻസിലേക്ക് പോകുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കില്ല. ഇനി സേവിങ് എന്ന് പറയുന്നത് ഇവർ കാണുന്നത് എന്തിന്റെ റിവാർഡായിട്ടാണ്? ഇൻട്രസ്റ്റ് റേറ്റിന്റെ റിവാർഡായിട്ട്, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സേവിങ്ങിന്റെ റിവാർഡായിട്ടാണ് ക്ലാസിക്കലിസ്റ്റുകൾ കണ്ടുവരുന്നത്. ഇത്രയും ആരുടെ ഫീച്ചേഴ്സ് ആണ്? നമ്മുടെ ക്ലാസിക്കലിസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി ഇവർ കീപ്പ് ചെയ്യുന്ന മറ്റു അസംഷൻസ് ഉണ്ട്. ആര് കീപ്പ് ചെയ്യുന്ന? ക്ലാസിക്കലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ എംപ്ലോയ്മെന്റ്. ഇക്കോണമിയിൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കാത്ത ഒരു സമയം പോലും ഇക്കോണമിയിൽ ഉണ്ടായിരിക്കില്ല. അഥവാ ഇവിടെ ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻ മാത്രമായിരിക്കും. ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെന്റ് നിൽക്കാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു ടെമ്പററി കോൺസെപ്റ്റ്, ടെമ്പററി കണ്ടീഷൻ മാത്രമാണ്. പെർമനന്റ് ആയിട്ട് അവിടെ എന്ത് നിലനിൽക്കും? ഫുൾ എംപ്ലോയ്മെന്റ് നിലനിൽക്കും. അണ്ടർ എംപ്ലോയ്മെന്റ് നിലനിന്നാൽ കൂടി അത് വളരെ പെട്ടെന്ന് തന്നെ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് ലീഡ് ചെയ്യിക്കും. നമ്മുടെ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫോഴ്സസ് എക്കോണമീനെ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കോൺസെപ്റ്റാണ് ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്. ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ഇക്കോണമിയിൽ ക്ലാസിക്കലിസ്റ്റുകൾ സ്വപ്നം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസിക്കലിസ്റ്റുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഇക്കോണമി എന്ന് പറയുന്നത് ലേസസ് ഫെയർ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആർക്കുണ്ടായിരിക്കുള്ളൂ? ഗവൺമെന്റിന് ഉണ്ടായിരിക്കുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പരമപ്രധാനമായ കാര്യങ്ങൾ മാത്രമേ ആരുടെ കൺട്രോളിൽ വരൂ? ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരൂ. അത്തരം ഇക്കോണമിയാണ് എന്ത്? ക്ലാസിക്കലിസ്റ്റുകളുടെ ലേസസ് ഫെയർ പോളിസി പിന്തുടരുന്ന ഇക്കോണമി എന്ന് പറയുന്നത്. ദെൻ വേജ് ആൻഡ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസംഷൻ ആണ് എന്ത്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെന്റിന്റെ ഇക്കോണമിയെ ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ പോയിന്റ് പ്രകാരം ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കുന്നതിന് പ്രധാന ഘടകം ആരൊക്കെയാണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ്. വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. അതെന്താണ്? അഴവുള്ളതാണ്. അതുകൊണ്ട് തന്നെ റിജിഡ് ആയിട്ട് നിലനിൽക്കുന്നില്ല. വേജും പ്രൈസും എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റബിൾ ആക്കാവുന്നതാണ്. ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് ഇത് ഇക്കോണമിയെ എത്തിക്കും. ഏത്? ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഒരു ഇക്കോണമീനെ ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കെയ്നീഷ്യൻസിന്റെ കാഴ്ചപ്പാട്. ദെൻ ദി ലാസ്റ്റ് വൺ ഈസ് സെയ്സ് ലോ. സെയ്സ് ലോ JBസെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോ ആണ് സെയ്സ് ലോ എന്ന് പറയുന്നത്. ഈ സെയ്സ് ലോ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സെയ്സ് ലോ പ്രകാരം എന്താണ്? എക്കോണമി എപ്പോഴും ഒരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ക്ലാസിക്കലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളായിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എസംഷൻസ് ആയിട്ടുള്ള നമ്മുടെ സെയ്സ് ലോയും വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയും നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷനിലേക്ക് പോവാം. സെയ്സ് ലോ JBസെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, പ്രധാനപ്പെട്ട ക്ലാസിക്കലിസ്റ്റ് ആയിട്ടുള്ള JBസെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് ഇത്, സെയ്സ് ലോ. ഈ ഒരു ലോയെ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. JBസെ, അദ്ദേഹം ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള JBസെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു ലോ അറിയപ്പെടുന്നത്. സെയ്സ് ലോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്താണ്? സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളതാണ് ഇത്. സെയ്സ് ലോ. വാട്ട് ഈസ് സെയ്സ് ലോ? സെയ്സ് ലോ സേസ് ദാറ്റ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ എന്ത് ചെയ്യുന്നു? അതിന്റെ ഡിമാൻഡും ക്രിയേറ്റ് ചെയ്യുന്നു. എത്രത്തോളം സപ്ലൈ ചെയ്യുന്നുവോ അത്രത്തോളം ഡിമാൻഡും ഇക്കോണമിയിൽ വരും. അതായത് സപ്ലൈയും ഡിമാൻഡും എല്ലായ്പ്പോഴും
ഈക്വൽ ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലാക്ക് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നിലനിൽക്കില്ല. ഈ ഒരു JBC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ പ്രകാരം ലാക്ക് ഓഫ് ഡിമാൻഡ് ഒരു ഇക്കോണമിയിൽ നിലനിൽക്കില്ല. കാരണം എന്താണ്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡിമാൻഡ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലാക്ക് ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ, അണ്ടർ പ്രൊഡക്ഷൻ, സേവിങ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്. ഇത്രയും കാര്യങ്ങളാണ് JBC പറയുന്നത്. അതായത് JBC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോ പ്രകാരം സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. സപ്ലൈയും ഡിമാൻഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എത്രത്തോളം സപ്ലൈ നടത്തുന്നോ അത്രത്തോളം ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രത്തോളം തന്നെ എന്തു ചെയ്യും? ഡിമാൻഡായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആയിട്ട് ുള്ളതിനെയാണ് എന്ത് പറയുന്നത്? JBCയുടെ സെയിൽസ് ലോ ആയിട്ട് പറയുന്നത്. ദെൻ ഈ ഒരു ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ലാക്ക് ഓഫ് ഡിമാൻഡ്, ഓവർ പ്രൊഡക്ഷൻ, അണ്ടർ പ്രൊഡക്ഷൻ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒന്നും ഇക്കോണമിയിൽ കണ്ടുവരുന്നില്ല. ദെൻ സേവിങ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്. സേവിങ്സ് എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ് ആണ്. ഈ സേവിങ്സ് എല്ലാം എന്തായിട്ട് മാറുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നുണ്ട്. അവിടെ എന്തായിട്ട് നിലനിൽക്കുന്ന വേറെ രീതിയിലും സേവിങ്സ് പോകുന്നില്ല. സേവിങ്സ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് JBCയുടെ സെയിൽസ് ലോയിൽ പറയുന്നത്. Then next concept, wage price flexibility. Wage price flexibility, as its name indicates, വേജും പ്രൈസും എന്താണ്? ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വേജും പ്രൈസും. ദർ ഈസ് ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി വേജ് ആൻഡ് റിയൽ വേജ്. മണി വേജും റിയൽ വേജും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആണുള്ളത്. It is based on the assumption that prices are proportional to quantity of money. In a competitive market, reaction in the money wage reduces the cost of production and prices of production. As a part of it, demand increases and more output through it employment increases. ഇനിയും നമുക്കറിയാം, ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറുമാണ് എന്ത് തീരുമാനിക്കുന്നത്? ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറിലും എന്തെങ്കിലും ഡിസ്ഇക്വിലിബ്രിയം ലെവലിലേക്ക് വന്നാൽ, എന്തെങ്കിലും ഡീവിയേഷൻ, ഇക്വിലിബ്രിയത്തിൽ നിന്നും എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? വേജ് വെച്ചിട്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡിമാൻഡ് ഫോർ ലേബർ കൂടുതലാണ്, ഡിമാൻഡ് ഫോർ ലേബർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ഡിമാൻഡ് ഫോർ ലേബറും വേജ് റേറ്റും റിയൽ വേജും തമ്മിൽ എന്ത് റിലേഷനാണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിക്രീസിങ് റിലേഷനാണുള്ളത്, നെഗറ്റീവ് റിലേഷനാണുള്ളത്. വേജ് കുറയുന്നത് കൊണ്ടാണ് ഡിമാൻഡ് ഫോർ ലേബർ കൂടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ വേജിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, വേജ് ഒന്ന് കൂട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് ഫോർ ലേബർ കുറയും, സപ്ലൈ ഓഫ് ലേബറിന് ഈക്വൽ ആവും. അതുപോലെ സപ്ലൈ ഓഫ് ലേബർ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? സപ്ലൈ ഓഫ് ലേബറും റിയൽ വേജും തമ്മിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇൻക്രീസിങ് റിലേഷൻ ആണുള്ളത്. അതിനർത്ഥം വേജ് കൂടിയത് കൊണ്ടാണ് സപ്ലൈ ഓഫ് ലേബർ കൂടുന്നത് എന്നുള്ളതാണ്. അത് സപ്ലൈ ഓഫ് ലേബർ ആണ് ഒരു ഇക്കോണമിയിൽ കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു വേജിനെ മെല്ലെ അങ്ങോട്ട് കുറക്കും, വേജിനെ കുറക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബർ കുറയുകയും ഡിമാൻഡ് ഫോർ ലേബറിന് ഈക്വൽ ആവുകയും ചെയ്യും. അങ്ങനെ ആ ഒരു ഇക്കോണമി ഇക്വലിബ്രിയം ലെവല് എന്ത് ചെയ്യും? അച്ചീവ് ചെയ്യും. ആ ഒരു പഴയ ഇക്വിലിബ്രിയം ലെവലിലേക്ക് അവർ മൂവ് ചെയ്യും. അങ്ങനെയാണ് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറിലും എന്തെങ്കിലും ഡീവിയേഷൻസ് വന്നാൽ കറക്റ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട്? വേജ് വെച്ചിട്ട്. ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിമാൻഡിലും സപ്ലൈയിലും എന്തെങ്കിലും മാറ്റം വന്നാൽ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡിമാൻഡ് കൂടുക മീൻസ് പ്രൈസ് കുറഞ്ഞതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ ഡിമാൻഡ് കുറച്ചു വരണം അല്ലെ, സപ്ലൈക്ക് ഈക്വൽ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസിനെ അങ്ങോട്ട് കൂട്ടും. പ്രൈസ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് താനെ കുറയും. ഇനി സപ്ലൈയിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രൈസിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെന്റ് വരുത്തും. ഇങ്ങനെയാണ് ഒരു ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് കീപ്പ് ചെയ്യുകയും ഇക്കോണമി എല്ലായ്പ്പോഴും ഇക്വിലിബ്രിയത്തിലെത്തി ഫുൾ എംപ്ലോയ്മെന്റ് ലെവൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവര് വിശ്വസിക്കുന്നത് എന്താണ്? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിലാണ് അവർ വിശ്വസിക്കുന്നത്. കെയ്നീഷ്യൻസിലേക്ക് പോകുമ്പോൾ അവർ ഒരിക്കലും എന്തിൽ വിശ്വസിക്കുന്നില്ല? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരുടെ അഭിപ്രായത്തിൽ വേജും പ്രൈസും റിജിഡ് ആണ്, ഒരിക്കലും അതെന്തല്ല അഡ്ജസ്റ്റബിൾ അല്ല. ഇവിടെ അവർ മാത്രമല്ല, ഇവരുടെ വേജ് കട്ടിൽ പിഗോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വേജ് കട്ട് തിയറി ഉണ്ട്. ഈ വേജ് കട്ട് തിയറി പ്രകാരം എന്താണ്? ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ വേജ് കട്ട് ചെയ്താൽ അത് വീണ്ടും അൺഎംപ്ലോയ്മെന്റിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് ആര് പറയുന്നത്? കെയ്നീഷ്യൻസ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ്? ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ
അവരുടെ വ്യൂ പോയിന്റ് പ്രകാരം എങ്ങനെയാണ് ഇക്കോണമിയിൽ എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെ ക്ലാസിക്കലിസ്റ്റിന്റെ എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയമാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ ലേബർ മാർക്കറ്റിലെയും മണി മാർക്കറ്റിലെയും ഗുഡ്സ് മാർക്കറ്റിലെയും ഈ 3 മാർക്കറ്റിലെയും ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ലേബർ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ഗുഡ്സ് മാർക്കറ്റ്. ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ പോയിന്റ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് ലേബർ മാർക്കറ്റാണ്. ലേബർ മാർക്കറ്റിലാണ് ഔട്ട്പുട്ടിന്റെയും എംപ്ലോയ്മെന്റിന്റെയും ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്? ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ 3 മാർക്കറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ലേബർ മാർക്കറ്റ് നോക്കാം. എംപ്ലോയ്മെന്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ് എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്? നമുക്കറിയാം ഈ ഒരു ഇക്കോണമിയിൽ, സിമ്പിൾ ഇക്കോണമിയിൽ അവരുടെ അസംഷൻ പ്രകാരം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ്? ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടും ലേബർ എന്ന് പറയുന്നത് വേരിയബിൾ ഇൻപുട്ടും ആയിട്ടാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് ഔട്ട് ഇൻപുട്ടും ലേബർ എന്ന് പറയുന്നത് വേരിയബിൾ ഇൻപുട്ടുമാണ്. ക്യാപിറ്റൽ സ്റ്റോക്കിൽ അവർ എന്ത് ചെയ്യുന്നില്ല? ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തുന്നില്ല. വേരിയബിൾ ഇൻപുട്ട് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? ലേബറിനെ യൂസ് ചെയ്യുന്നു. ലേബറിൽ മാറ്റം വരുത്തിയിട്ടാണ് എന്ത് നടത്തുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണോ? അതിനനുസരിച്ച് ഏതിൽ മാറ്റം വരുത്തും? ലേബറിന്റെ എമൗണ്ടിൽ മാറ്റം വരുത്തും. അവര് കൂടുതൽ പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ലേബേഴ്സിനെ ആഡ് ചെയ്യുകയും പ്രൊഡക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ലേബേഴ്സിന്റെ അളവിനെ കുറയ്ക്കുകയും ചെയ്യും. അല്ലാതെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഒരു വിധത്തിലുള്ള മാറ്റവും ആര് വരുത്തുന്നില്ല? ക്ലാസിക്കലിസ്റ്റുകൾ വരുത്തുന്നില്ല. ഇവിടെ നമുക്കറിയാം അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്ന് നോക്കുക. ഈ വെച്ചിട്ട് y ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് കെ ആൻഡ് എൽ. ഫംഗ്ഷൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെയും ലേബറിൻ്റെയും ഫംഗ്ഷനാണ്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ക്യാപിറ്റൽ സ്റ്റോക്കാണ്, അതായത് മാറ്റം വരുത്താത്ത ക്യാപിറ്റലാണ് കെ എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നതോ ഇൻപുട്ട് വേരിയബിൾ ഇൻപുട്ട് ആയിട്ടുള്ള ലേബറാണ്. വേരിയബിൾ ഇൻപുട്ട് ആയിട്ടാണ് എല്ലിനെ യൂസ് ചെയ്യുന്നത്. കെനെ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുകയാണ്. ഈ വൈയിൽ എങ്ങനെയാണ് മാറ്റം വരിക? ഈ ഒരു അസംഷൻ പ്രകാരം വൈയിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ, ഔട്ട്പുട്ടിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ എന്തിൽ മാറ്റം വരണം? ലേബറിൽ മാറ്റം വരണം. ലേബറിൽ മാറ്റം വന്നെങ്കിൽ മാത്രമേ വൈയിൽ മാറ്റം വരൂ. ലേബറിൽ മാറ്റം വരുത്തണം. വൈയിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ, അതായത് പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണം? പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിലും ക്യാപിറ്റലിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തരത്തിലും മാറ്റം വരുത്താൻ പാടില്ല. കാരണം ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എൽ എന്ന് പറയുന്ന ലേബറിൽ മാറ്റം വരുത്തിയാലാണ് ഔട്ട്പുട്ട് ആയിട്ടുള്ള വൈയിൽ മാറ്റം വരും. ഇൻ ദി ക്ലാസിക്കൽ മോഡൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി എംപ്ലോയ്മെന്റ് ഓഫ് ലേബർ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിൽ ഒരു തരത്തിലുള്ള മാറ്റം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെന്റിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തിനെ മാറ്റം വരുത്തേണ്ടി വരും? ലേബറിൽ മാറ്റം വരുത്തേണ്ടി വരും. ലേബറിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും മാറ്റം വരത്തുള്ളൂ. ഇക്കോണമിയിൽ, ക്ലാസിക്കൽ ഇക്കോണമിയിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ചേർന്നിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും തീരുമാനിക്കുന്നത്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും കൂടിയിട്ടാണ് ഔട്ട്പുട്ടിനെയും എംപ്ലോയ്മെന്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസിങ് ഇക്കോണമിയിൽ, ഒരു പ്രോഫിറ്റ് മാക്സിമൈസിങ് ഇക്കോണമിയിൽ ഒരു ഫേം ലേബറിന് എത്രത്തോളം ഹയർ ചെയ്യും എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മാർജിനൽ കോസ്റ്റും മാർജിനൽ പ്രൊഡക്റ്റിൻ്റെയും ബേസിലാണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബറിനെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മാർജിനൽ കോസ്റ്റ്, അവരുടെ വേജസ് ഇൻക്ലൂഡ് ആവും. അവിടെ ഹയറിംഗ് കോസ്റ്റും പിന്നെ അവരുടെ വേജസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവരുടെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ, അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡീഷണൽ ആയിട്ട് ഹയർ ചെയ്തിട്ടുള്ള ലേബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റവന്യൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഓൾറെഡി 10 ലേബേഴ്സ് ഉണ്ട്. ഒരു ഇക്കോണമിയിൽ 10 ലേബേഴ്സ് ഉണ്ട്. പ്രൊഡക്ഷൻ കൂട്ടണം, ഒരു 5 ലേബേഴ്സിനും കൂടെ ഹയർ ചെയ്യണം. ഈ 5 ലേബേഴ്സിന്റെ ഹയറിംഗ് കോസ്റ്റും അവരുടെ വേജസുമാണ് MC-യിൽ വരുന്നത്. കിട്ടിയല്ലോ? അവരുടെ MC-യിൽ വരുന്നത് അവരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റായി പ്ലസ് അവരുടെ റിയൽ വേജ്, അതാണ് MC-യിൽ വരുന്നത്. ഇനി MC ഈസ് ഈക്വൽ ടു എന്താവണം? ഈ 5 അഡീഷണൽ ആയിട്ട് വന്ന 5 ലേബേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ പ്രോഡക്റ്റ്, ഈ 5 ലേബേഴ്സും കൂടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തോ ഈ ടോട്ടൽ പ്രോഡക്റ്റ് സെയിൽ നടത്തുമ്പോൾ, ഈ ടോട്ടൽ പ്രോഡക്റ്റ് വിൽപ്പന നടത്തുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ,
ഉണ്ടല്ലോ, ആ റവന്യൂ കൂടെ ഈക്വൽ ആവുന്നത് വരെ എന്ത് ചെയ്യും, ലേബേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എം സി ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ദി മണി വേജ് ഡിവൈഡഡ് ബൈ ദി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. എം സി എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു ബൈ എം പി എൽ ആണ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ എം പി എൽ ആണ്. അങ്ങനെയാണ് എന്ത് കിട്ടുന്നത്, നമ്മുടെ റിയൽ വേജ് കിട്ടുന്നത്, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷന് കിട്ടുന്നത്. നോക്കുക, ഇവിടെ നമ്മൾ പി ഇസ് ഈക്വൽ ടു എം സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എം പി എൽ. നമ്മുടെ എം സി എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു ബൈ എം പി എൽ ആണ്. ഒന്നെങ്കിൽ എം സി യൂസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ബൈ എം പി എൽ യൂസ് ചെയ്യുക. ദെൻ ഇതിനെ നോക്കുക, ഈ എം സിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് പി ഇസ് ഈക്വൽ ടു എം സിക്ക് പകരം എന്ത് കൊടുത്തു, ഡബ്ല്യു ബൈ എം പി എൽ എന്നുള്ളത് കൊടുത്തു. പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എം പി എൽ. ഇനി നമ്മൾ ഇതിനൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം, ഈ പീനെ, ഈ എം പി എല്ലിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. പി ഇൻറ്റു എം പി എൽ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്നായിട്ട് മാറി അല്ലേ. ഇതെങ്ങനെ എഴുതാം, പി ഇൻറ്റു എം സി അല്ലെങ്കിൽ ഡബ്ല്യു ബൈ എം പി എൽ, ഏതെങ്കിലും ഒന്നാണ് നമ്മൾ നോക്കുന്നത്. എം സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് കിട്ടി, ഡബ്ല്യു ബൈ എം പി എൽ എന്നുള്ളത് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങോട്ട് മാറ്റി, പി ഇൻറ്റു എം പി എൽ എന്നാക്കിയിട്ട് ഈസ് ഈക്വൽ ടു ഡബ്ല്യു അങ്ങനെ ആയിട്ട് മാറി. ദെൻ ഡബ്ല്യു ബൈ പി, അതായത് റിയൽ വേജ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, എം പി എൽ ആയിട്ട് മാറും. റിയൽ വേജും എം പി എല്ലും കൂടെ എം പി എല്ലും ഈക്വൽ ആകുന്നത് വരെ എന്ത് ചെയ്യും, ഒരു ഫേം ലേബേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ടേയിരിക്കും. റിയൽ വേജ് നമ്മൾ പറഞ്ഞു, നമ്മുടെ എം സി അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്, റിയൽ വേജ് ആണ്. ആ റിയൽ വേജും എം പി എൽ ആ ഒരു ഹയർ ചെയ്തിട്ടുള്ള ലേബറിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു ഡബ്ല്യു ബൈ പിയും എം പി എല്ലും കൂടെ ഈക്വൽ ആവുന്നത് വരെ എന്ത് ചെയ്യും, ഹയർ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഒരു 4 ലേബേഴ്സിനെയും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഡബ്ല്യു ബൈ പിയും എം പി എല്ലും കൂടെ ഈക്വൽ ആവുന്നത് എന്നുണ്ടെങ്കിൽ ആ 4 എണ്ണത്തിനെ മാത്രമേ ആ ഒരു ഫേം ഹയർ ചെയ്യൂ. ഇനി 5 എണ്ണം ഹയർ ചെയ്യുമ്പോഴാണ് ഇത് രണ്ടും ഈക്വൽ ആവുന്നത് എന്നുണ്ടെങ്കിൽ ആ 5 എണ്ണത്തിനെ ആര് ഹയർ ചെയ്യൂ, ആ ഒരു ഫേം ഹയർ ചെയ്യും. അങ്ങനെ ഒരു ഫേം ഏതുവരെ ലേബേഴ്സിനെ ഹയർ ചെയ്യും എന്ന് നോക്കുമ്പോൾ ഏതുവരെ ആയിരിക്കും, ഡബ്ല്യു ബൈ പിയും എം പി എല്ലും കൂടെ ഈക്വൽ ആവുന്നത് വരെയാണ് ഒരു ഫേം ലേബേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്താണ്, റിയൽ വേജ് ഡബ്ല്യു ബൈ പി ഇസ് ഈക്വൽ ടു എം പി എൽ ആണ്. അതിൽ ഡബ്ല്യു എന്ന് പറയുന്നത് മണി വേജ് ആണ്. മണി വേജിനെ പ്രൈസ് കൊണ്ട്, പി എന്ന് പറയുന്ന പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിയൽ വേജ് ആയിട്ടുള്ള ഡബ്ല്യു ബൈ പി കിട്ടി. ഇനി ഡബ്ല്യു ബൈ പി എന്ന് പറയുന്നത് റിയൽ വേജ് ആണ്. ഡബ്ല്യു മണി വേജ് ആണ്, പി പ്രൈസ് ലെവലാണ്. റിയൽ വേജിനെ പ്രൈസ് ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിയൽ വേജ് ആയിട്ടുള്ള ഡബ്ല്യു ബൈ പി കിട്ടി. എം പി കർവ് ഫോർ ലേബർ ഇൻഡിക്കേറ്റ്സ് ദി ഫേംസ് ഡിമാൻഡ് ഫോർ ലേബർ. എം പി എൽ എന്ന് പറയുന്നത്, എം പി എൽ കർവ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഫേമിൻ്റെ ലേബർ ഡിമാൻഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഫേമിൻ്റെ ലേബർ ഡിമാൻഡിനെയാണ് എം പി എൽ കർവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആണ് എം പി എൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ എം പി എൽ കർവ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ഫേമിൻ്റെ ഡിമാൻഡ് കർവിനെയാണ് എം പി എൽ കർവ് സൂചിപ്പിക്കുന്നത്. ഇനി ലേബറിനെ ആഡ് ചെയ്യുന്നു, ലോവർ വേജിലാണ് മോർ ലേബർ ഡിമാൻഡ് വരുന്നത്. കാരണം ലേബർ ഡിമാൻഡ് ഫോർ ലേബറും വേജ് റേറ്റും റിയൽ വേജും തമ്മിൽ എന്ത് റിലേഷനാണ്, നെഗറ്റീവ് റിലേഷനാണ് അല്ലെങ്കിൽ ഡിക്രീസിങ് റിലേഷനാണ്. റിയൽ വേജ് കൂടുന്തോറും ഡിമാൻഡ് ഫോർ ലേബർ കുറയുകയും റിയൽ വേജ് കുറയും തോറും ഡിമാൻഡ് ഫോർ ലേബർ കൂടുകയും ചെയ്യും. അത്തരത്തിലൊരു ഓപ്പോസിറ്റ് റിലേഷനാണ് റിയൽ വേജും ലേബറും തമ്മിലുള്ളത്. ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ഇൻവേഴ്സ്ലി ഓൺ റിയൽ വേജ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻവേഴ്സ്ലി ആണ് എന്ത് ചെയ്യുന്നത്, റിയൽ വേജും ഡിമാൻഡ് ഫോർ ലേബറും ഡിറ്റർമിൻ ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഫേമിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദി കർവ്, ലേബർ കർവ്, ലേബേഴ്സിൻ്റെ നമ്മൾ ഒരു ഫേമിൻ്റെ ലേബർ കർവ് എന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്, എം പി എൽ ഓഫ് ഫേം എ, എം പി എൽ ഓഫ് ഫേം ബി. ഇതിൻ്റെയൊക്കെ ഹൊറിസോണ്ടൽ സമ്മേഷനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ എന്ന് പറയുന്നത്. ഒരു ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബേഴ്സിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആയിട്ട് എങ്ങനെയാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എങ്ങനെയാണ് കാണുന്നത്, എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ മീൻസ് എല്ലാ ഇൻഡിവിജ്വൽ ഫേമിൻ്റെയും ഡിമാൻഡ് കർവിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ. അപ്പോൾ 4 ഫേംസ് ഉണ്ട്, എ ബി സി ഡി എന്ന് പറയുന്ന 4 ഫേംസ് ഉണ്ട്. അപ്പോൾ എം പി എൽ കർവ് ഓഫ് എ, മാർജിനൽ productivity of labor of fame A, marginal productivity of labor fame B, marginal productivity of labor of fame C, marginal productivity of labor of fame D. ഇങ്ങനെ ഈ 4 ഫേമിൻ്റെയും എം പി എൽ കർവ് കിട്ടും. ഈ എം പി എൽ കർവിൻ്റെ ഹൊറിസോണ്ടൽ സമ്മേഷനായിട്ടാണ് എന്ത് വരയ്ക്കുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ എന്നുള്ളത് ലേബർ കർവ് വരയ്ക്കുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ വരയ്ക്കുന്നത്.
ഇവിടെ നമുക്കറിയാം ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് W/P ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് W/P. പക്ഷെ ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇത് കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് കുറയേണ്ടി വരും. ഇത് കുറയണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടേണ്ടി വരും അല്ലെ. ഡിമാൻഡ് ഫോർ ലേബർ കൂടണമെന്നുണ്ടെങ്കിൽ റിയൽ വേജ് ആയിട്ടുള്ള W/P കുറയ്ക്കേണ്ടി വരും. ഡിമാൻഡ് ഫോർ ലേബർ കുറയണമെന്നുണ്ടെങ്കിൽ W/P കൂട്ടേണ്ടി വരും. അതായത് ഡിമാൻഡ് ഫോർ ലേബറും W/P എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻ ആണ്. ഇവിടെ നോക്കാം, സപ്ലൈ ഓഫ് ലേബർ ഇസ് ഈക്വൽ ടു G ഓഫ് W/P. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് W/P അല്ലെങ്കിൽ റിയൽ വേജിന്റെ ഡയറക്റ്റ് റിലേഷൻ ആണ്. സപ്ലൈ ഓഫ് ലേബർ കൂട്ടണമെന്നുണ്ടെങ്കിൽ W/P കൂട്ടണം. സപ്ലൈ ഓഫ് ലേബർ കുറയണമെന്നുണ്ടെങ്കിൽ W/P കുറയണം. ഒരു ഇക്കോണമിയിൽ സപ്ലൈ ഓഫ് ലേബർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അതായത് ഇക്വിലിബ്രിയത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ട് സപ്ലൈ ഓഫ് ലേബർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? W/P കുറയ്ക്കേണ്ടതായിട്ട് വരും. W/P കുറച്ചാൽ സപ്ലൈ ഓഫ് ലേബറും കുറയും. ഇതാണ് എന്ത്? നമ്മുടെ ഡിമാൻഡ് ഫോർ ലേബറിന്റെയും സപ്ലൈ ഓഫ് ലേബറിന്റെയും ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുമ്പോഴാണ് ലേബർ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഈ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് റിയൽ വേജിന്റെ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ ലേബർ കർവ് എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും. നമ്മുടെ ഡിമാൻഡ് കർവ് പോലെ തന്നെ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും. ഡിമാൻഡ് ഫോർ ലേബറും റിയൽ വേജും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ, നെഗറ്റീവ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡ് ഫോർ ലേബർ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആയിരിക്കും. ദെൻ സപ്ലൈ ഓഫ് ലേബറും റിയൽ വേജും പോസിറ്റീവ് റിലേഷൻ ആയതുകൊണ്ട്, സപ്ലൈ ഓഫ് ലേബറും റിയൽ വേജും പോസിറ്റീവ് റിലേഷൻ ആയതുകൊണ്ട് സപ്ലൈ ഓഫ് ലേബർ കർവ് എന്തായിരിക്കും? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇങ്ങനെ ഈ സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ഫോർ ലേബറും ഈക്വൽ ആവുമ്പോഴാണ്, കൂട്ടിമുട്ടുമ്പോഴാണ് ഇക്വിലിബ്രിയം സംഭവിക്കുന്നത്. ഫിഗറിന്റെ ലോവർ പാനൽ കാണിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനെയാണ്. എംപ്ലോയ്മെന്റും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യും. എംപ്ലോയ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു അപ്പർ പാനലിലാണ്. ഈ ലോവർ പാനലിൽ കാണിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇവിടെയാണ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലേബർ മാർക്കറ്റിൽ ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. നോക്കുക, ഈ ഒരു അപ്പർ പാനലിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുന്നത് ഇ എന്ന് പറയുന്ന പോയിന്റിലാണ്. ഈ ഇ എന്ന് പറയുന്ന പോയിന്റാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ എന്താണ്? L ഈസ് ഈക്വൽ ടു LF കാണിക്കുന്നത് എന്തിനെയാണ്? ഫുൾ എംപ്ലോയ്മെന്റിനെയാണ്. ഈ L ഈസ് ഈക്വൽ ടു LF എന്തിനെയാണ് കാണിക്കുന്നത്? ഫുൾ എംപ്ലോയ്മെന്റിനെയാണ് കാണിക്കുന്നത്. L ഈസ് ഈക്വൽ ടു LF ഫുൾ എംപ്ലോയ്മെന്റിനെയാണ് കാണിക്കുന്നത്. ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആകുമ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഈ L ഈസ് ഈക്വൽ ടു LF എന്തിന് ഈക്വൽ ആണ്? ഫുൾ എംപ്ലോയ്മെന്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു ഫുൾ എംപ്ലോയ്മെന്റിലെ വേജ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? W/PF എന്നുള്ളതാണ്. W/PF റിയൽ വേജ്, ഫുൾ എംപ്ലോയ്മെന്റിലുള്ള റിയൽ വേജ് ആണ് W/PF എന്ന് പറയുന്നത്. Equilibrium of the classical market is one where everyone willing to work at the real wage is able to find work. ഇവിടെ ക്ലാസിക്കലിസ്റ്റുകൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഒരു ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് കൊണ്ട് ക്ലാസിക്കലിസ്റ്റ് അർത്ഥമാക്കുന്നത് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ, ആ ഒരു ഇക്കോണമിയിൽ നിലനിൽക്കുന്ന വേജ് റേറ്റിൽ എല്ലാ വർക്കേഴ്സും വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും. അതായത് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരെല്ലാം ആ ഒരു വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. ആ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എല്ലാവർക്കും എന്തുണ്ടാവും? ജോലി ഉണ്ടാവും. അതാണ് എന്ത്? ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ക്ലാസിക്കലിസ്റ്റുകൾ അർത്ഥമാക്കുന്നത്? ഒരു ഇക്കോണമിയിൽ നിലനിൽക്കുന്ന വേജ് റേറ്റിൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും ജോലി ഉണ്ടായിരിക്കുന്ന അവസ്ഥയെയാണ് ക്ലാസിക്കലിസ്റ്റുകൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നിലനിൽക്കുന്ന വേജ് റേറ്റ് അത്ര പോരാ എന്ന് പറഞ്ഞ് ജോലി എടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എന്താവും?
അവർ അപ്പോഴും അൺഎംപ്ലോയിഡ് ആയിട്ട് തുടരും. അതായത് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി എടുക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയും. എന്നാൽ എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി എടുക്കാൻ തയ്യാറല്ലാത്തവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യില്ല. അവരപ്പോഴും എന്തായിട്ട് തുടരും? അൺഎംപ്ലോയിഡ് ആയിട്ട് തുടരും. എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി എടുക്കാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അവർക്കൊക്കെ ജോലിയുള്ള സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ L=LF എന്നുള്ളത് കൊണ്ട് ഫുൾ എംപ്ലോയ്മെൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നോക്കാം, കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് YF. ഇവിടെ ഈ ഒരു Y എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആവുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ തന്നെയാണ് ഈ Y എന്ന് പറയുന്നത് വരുന്നത്. ഇത് കുറച്ച് ചെറുതായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഈ എന്ന് പറയുന്ന അതേ പോയിന്റിലായിരിക്കണം ഈ Y എന്ന് പറയുന്നതും വരേണ്ടത്. ഇത് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു പിക്കിൽ വരുന്നിട്ടുള്ള ചെറിയൊരു മാറ്റമാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ടിൽ എഴുതിയെടുക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതിയെടുക്കണേ. ഈ എന്ന് പറയുന്ന പോയിന്റിന്റെ ഈക്വൽ ആയിട്ടാണ്, സമാനമായിട്ടാണ് എന്ത് വരേണ്ടത്? Y എന്ന് പറയുന്ന പോയിന്റ് വരേണ്ടത്. അതൊന്ന് ഓർക്കണേ. L=LF സമാനമായിട്ടുള്ള ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? YF ആണ്. ഈ ഒരു Y എന്ന് പറയുന്നിടത്താണ് എന്ത് തീരുമാനിക്കുന്നത്? ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ YF ആണ് എന്ത്? ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് L=LF. അതിന് സമാനമായിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്? YF ആണ്. ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫോഴ്സസ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി കാരണമാണ് ഫുൾ എംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത്. അപ്പം ഇക്കോണമിയിൽ എല്ലായ്പ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും. അതായത് എക്സിസ്റ്റിംഗ് വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള എല്ലാവർക്കും അവിടെ വർക്ക് കിട്ടും, എംപ്ലോയ്മെന്റ് കിട്ടും എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നത്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? അതിന്റെ റീസൺ ആയിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിനെയാണ്. വേജും പ്രൈസും ഫ്ലെക്സിബിൾ ആണ്. വേജും പ്രൈസും എന്താണ്? അഡ്ജസ്റ്റബിൾ ആണ്. വേജും പ്രൈസും എപ്പോഴും ചേഞ്ച് ചെയ്യാം. നമുക്ക് ആവശ്യം ഉള്ളപ്പോൾ അത് എടുത്ത് പ്രയോഗിക്കാം. വേജ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കാം, പ്രൈസ് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിലനിർത്താം. ഇതൊക്കെ എന്താണ്? ആ ഒരു ഇക്കോണമിയുടെ സൗകര്യം അനുസരിച്ചാണ്. ഇക്കോണമിയുടെ കൺവീനിയൻസ് അനുസരിച്ച് വേജിലും പ്രൈസിലും മാറ്റങ്ങൾ വരുത്താം. ആ വേജും പ്രൈസും മാറ്റം വരുത്താവുന്നത് കൊണ്ട് തന്നെ ഇക്കോണമി എപ്പോഴും ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. ഇനി നോക്കാം, വേജും പ്രൈസും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തുന്നതെന്ന് നോക്കാം. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് W/PF എന്ന് പറയുന്ന ആ ഒരു വേജ് റേറ്റിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഇക്വിലിബ്രിയം എംപ്ലോയ്മെന്റും ഫുൾ എംപ്ലോയ്മെന്റും എല്ലാം അവർ അച്ചീവ് ചെയ്തു. നോക്കാം, സപ്പോസ് വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യണം. W/PF നിന്നും W/P1 ആയിട്ട് വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷൻ നോക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്? ഡിമാൻഡ് ഫോർ ലേബർ കുറവും സപ്ലൈ ഓഫ് ലേബർ കൂടുതലുമാണ്. ആണല്ലോ, സപ്ലൈ ഓഫ് ലേബർ കൂടുതലും ഡിമാൻഡ് ഫോർ ലേബർ കുറവുമാണ്. AB എന്ന് പറയുന്നത് എന്താണ്? എക്സസ് സപ്ലൈ ഓഫ് ലേബർ ആണ്. എക്സസ് സപ്ലൈ ഓഫ് ലേബർ AB എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ സപ്ലൈ ഓഫ് ലേബർ എക്സസ് ആയിട്ട് ഇക്കോണമിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി AB എന്ന് പറയുന്നത് എന്താണ്? എക്സസ് വേജ് റേറ്റ് കൂടിയത് കൊണ്ട് എക്സസ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ലേബർ ആണ്. നമുക്കറിയാം വേജ് റേറ്റ് കൂടുന്തോറും സപ്ലൈ ഓഫ് ലേബർ കൂടുകയും വേജ് റേറ്റ് കൂടുന്തോറും ഡിമാൻഡ് ഫോർ ലേബർ കുറയുകയും ചെയ്യും. ഇവിടെ അതാണ് സംഭവിച്ചത്. വേജ് റേറ്റ് കൂടുന്തോറും ഡിമാൻഡ് ഫോർ ലേബർ ബാക്കിലോട്ട് പോകുന്നു, വേജ് റേറ്റ് കൂടുന്തോറും സപ്ലൈ ഓഫ് ലേബർ മുമ്പോട്ട് തന്നെ പോകുന്നു. ആ ഒരു ഇതിൽ AB എന്ന് പറയുന്ന പോർഷൻ എന്തായിട്ട് നിലനിന്നു? ലേബർ സപ്ലൈ, എക്സസ് ലേബർ സപ്ലൈ ആയിട്ട് നിലനിന്നു. ഇനി ഈ എക്സസ് ലേബർ സപ്ലൈനെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇക്കോണമി അപ്പോൾ തന്നെ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അപ്പോൾ തന്നെ ഇക്കോണമി എങ്ങനെ പ്രവർത്തിക്കും? ഈ ഒരു വേജിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. ഇത്രയും വേജിൽ വന്ന മാറ്റം ഈ W/PF നിന്നും W/P1 വന്ന ഈ ഒരു മാറ്റം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇക്കോണമിയിൽ എക്സസ് സപ്ലൈ ഓഫ് ലേബർ സംഭവിച്ചത്. അപ്പോൾ ഇക്കോണമി അത് പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഒരു വേജ് റേറ്റിനെ അങ്ങോട്ട് കുറക്കും. W/PF വേജ് റേറ്റ് കുറക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് ഫോർ ലേബർ ഇത്രയും കൂടും. ഈ എയിൽ നിന്നും ഇത്രയായിട്ട് ഡിമാൻഡ് ഫോർ ലേബർ കൂടുകയും ഈ ബിയിൽ നിന്നും ഇത്രയായിട്ട് ഈ എ വരെയായിട്ട് സപ്ലൈ ഓഫ് ലേബർ കുറയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇക്കോണമി വീണ്ടും എന്ത് ചെയ്യും? ആ ഒരു ഇക്വിലിബ്രിയം ലെവല് സ്റ്റോർ ചെയ്യും.
ഇനി അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സപ്ലൈ ഓഫ് ലേബർ കുറയുക മീൻസ് W/FP, അതായത് റിയൽ വേജ് കുറയുക എന്നുള്ളതാണ്. സപ്ലൈ ഓഫ് ലേബറും റിയൽ വേജും ഡയറക്റ്റ് റിലേഷൻ ആയതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് ലേബർ കുറയുക മീൻസ് W/P, റിയൽ വേജ് കുറയുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഒരു എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ കാണും, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സപ്ലൈ ഓഫ് ലേബർ കാണും. അങ്ങനെ അവർ വീണ്ടും ഇക്വിലിബ്രിയത്തിലെത്താൻ എന്ത് ചെയ്യേണ്ടി വരും? വേജ് റേറ്റിനെ കൂട്ടേണ്ടി വരും. അപ്പോൾ W/PF ആയിട്ട് വീണ്ടും വേജ് റേറ്റിനെ കൂട്ടുകയും ഇക്കോണമി ഇക്വിലിബ്രിയം ലെവല് റിസ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഒരു ഇക്കോണമിയിൽ നടക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു ക്ലാസിക്കലിസ്റ്റുകൾ പ്രധാനമായിട്ടും ലേബർ മാർക്കറ്റിൽ സപ്ലൈ സൈഡ് അനാലിസിസ് ആണ് നടത്തിയിട്ടുള്ളത്. സപ്ലൈ ഓഫ് ലേബറിനെ വെച്ചിട്ടാണ് അവർ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഡിറ്റർമിൻഡ് വൺ ആണ് ക്ലാസിക്കൽ മോഡൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇക്യു പ്രൊപ്പോർഷണേറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കില്ല? ഈ ലേബർ സപ്ലൈയിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. മണി വേജ് ഇക്യു പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ ചെയ്യാൽ ലേബർ സപ്ലൈയിൽ ഒരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ക്ലാസിക്കലിസ്റ്റിന്റെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? സപ്ലൈ ഡിറ്റർമിൻഡ് വൺ ആണ്. സപ്ലൈനെ മാത്രമേ ആര് കൺസിഡർ ചെയ്തിട്ടുള്ളൂ? ക്ലാസിക്കലിസ്റ്റുകൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അവർ ഡിമാൻഡിന്റെ പാർട്ടിനെ അവർ പാടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സപ്ലൈയുടെ ഭാഗത്ത് നിന്നുമാണ് അവർ അനലൈസ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം സെയിൽസ് ലോ ഒക്കെ പറയുന്നുണ്ട് അല്ലെ? സെയിൽസ് ലോ എന്താണ്? സപ്ലൈ ക്രിയേറ്റ് ഇസ് ഓൺ ഡിമാൻഡ്. സപ്ലൈനെയാണ് അവരും എന്ത് ചെയ്തിട്ടുള്ളത്? ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കലിസ്റ്റുകൾ ടോട്ടലി സപ്ലൈ സൈഡിൽ നിന്നുമാണ് അനലൈസ് നടത്തിയിട്ടുള്ളത്. സപ്ലൈ ഡിറ്റർമിൻഡ് വൺ ആണ് എന്ത്? ക്ലാസിക്കലിസ്റ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാത്രമല്ല ഇക്യു പ്രൊപ്പോർഷണേറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് മണി വേജിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രൈസ് ലെവല് വിൽ നോട്ട് ചേഞ്ച് ലേബർ സപ്ലൈ. മണി വേജും പ്രൈസ് ലെവലും ഇക്യു പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലേബർ സപ്ലൈയിൽ ഒരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കണം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടു? ലേബർ മാർക്കറ്റിലാണ് ക്ലാസിക്കലിസ്റ്റിന്റെ ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ലേബർ മാർക്കറ്റിലാണ് ക്ലാസിക്കലിസ്റ്റ് വ്യൂ പ്രകാരം ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ മണി മാർക്കറ്റ്, ക്ലാസിക്കലിസ്റ്റിന്റെ മണി മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. അദ്ദേഹത്തിന്റെ വ്യൂ പ്രകാരം ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ പ്രകാരം മണി മാർക്കറ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രൈസ് ലെവലാണ്. പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ ആണ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. അങ്ങനെ പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മണി മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മണി മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനാണ്? പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ പ്രകാരം പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ത് ഡിറ്റർമിൻ ചെയ്യും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യും. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ടേൺ പിന്നെ പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യും. ഇതാണ് ക്ലാസിക്കലിസ്റ്റുകൾ പറയുന്നത്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യും. ദെൻ ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് വീണ്ടും ഇന്റർ പ്രൈസ് ലെവലും ഡിറ്റർമിൻ ചെയ്യും. ഇതാണ് ക്ലാസിക്കലിസ്റ്റിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ മോഡലിൽ അസ്യൂം ചെയ്യുന്നത് പീപ്പിൾ ഹോൾഡ് മണി സോൺലി ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ജനങ്ങൾ മണി കൈവശം വെക്കുന്നത്, പണം കൈവശം വെക്കുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കലിസ്റ്റുകളുടെ വ്യൂ. ക്ലാസിക്കലിസ്റ്റുകളുടെ തിയറി പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മണി ഈസ് ദി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. മണീനെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള നിലയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ പണത്തെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ട്രാൻസാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വോളിയം ഓഫ് മണി ഇൻകം. ഈ ഒരു ഇൻകത്തിന്റെ ബേസിലായിരിക്കും അവർ എന്ത് നടത്തുന്നത്? ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ മണി യൂസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ട്രാൻസാക്ഷൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ ട്രാൻസാക്ഷൻസ് മണി ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് നടത്തൂ? സാധന സേവനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ കഴിയും അല്ലെ? വാങ്ങണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങണമെന്നുണ്ടെങ്കിൽ കയ്യിൽ എന്ത് വേണം? പണം വേണം. അതാണ് ക്ലാസിക്കലിസ്റ്റുകളും പറഞ്ഞിട്ടുള്ളത്. മണി ഇൻകം കൈവശം വെക്കുന്നുണ്ടെങ്കിൽ, മണി ഇൻകം കയ്യിലുണ്ടെങ്കിൽ എന്ത് നടക്കൂ? ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പോൾ ട്രാൻസാക്ഷൻ എന്തിന്റെ ഫംഗ്ഷൻ ആണ്? മണി ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ്. ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഇൻ ആൻ ഇക്കോണമി ഈസ് എ ഫംഗ്ഷൻ ഓഫ് മണി നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. മണി ഇൻകത്തിന്റെ അല്ലെങ്കിൽ മണി ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഡിമാൻഡ് ഫോർ മണി വരുന്നത്. കാരണം ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്?
മണി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മണിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ട്രാൻസാക്ഷനേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ട്രാൻസാക്ഷൻ എന്തിൻ്റെ ബേസിലാണ്, മണി ഇൻകത്തിൻ്റെ ബേസിലാണ്. ട്രാൻസാക്ഷൻ എന്തിൻ്റെ ബേസിലാണ്, മണി ഇൻകത്തിൻ്റെ ബേസിലാണ്. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് എന്തിൻ്റെ ബേസിലായിരിക്കണം, മണി ഇൻകത്തിൻ്റെ ബേസിലായിരിക്കണം. കാരണം ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഡിമാൻഡും കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ മണിയുടെ ഡിമാൻഡ് എത്രയേ ഉള്ളൂ, ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണിയും ട്രാൻസാക്ഷനും സെയിം ആണ്. ട്രാൻസാക്ഷൻസിന്റെ പകരം നമ്മൾ എന്ത് യൂസ് ചെയ്തു, ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി യൂസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഈസ് ദി ഫംഗ്ഷൻ ഓഫ് മണി നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. സപ്ലൈ ഓഫ് മണി ആൻഡ് ദി ഡിമാൻഡ് ഫോർ മണി ജോയിൻലി എസ്റ്റാബ്ലിഷ് ഇക്വിലിബ്രിയം ഇൻ ദി മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും ജോയിൻലി ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, മണി മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത്. ലേബർ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം, ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും ഇക്വിലിബ്രിയത്തിലെത്തുന്നത് എപ്പോഴാണ്, സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ഫോർ ലേബറും ഇക്വിലിബ്രിയത്തിലെത്തുമ്പോഴാണ്. ഇവിടെ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തുന്നത് എപ്പോഴാണ്, ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും, അവിടെ ഡിമാൻഡ് ഫോർ ലേബർ ആയിരുന്നു, ഇവിടെ ഡിമാൻഡ് ഫോർ മണിയാണ്. സപ്ലൈ ഓഫ് മണിയും ഡിമാൻഡ് ഫോർ മണിയും ഈക്വലൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെത്തും. ഇവിടെ ഡിമാൻഡ് ഫോർ മണിയുടെ ഇക്വേഷൻ ഡിറ്റർമിൻ ചെയ്തത് എന്തിൻ്റെ ബേസിലാണ്, ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ ന്യൂ വേർഷൻ ആയിട്ടുള്ള മാർഷേലിയൻ ക്യാഷ് ബാലൻസിന്റെ വേർഷനിലാണ് ഇവിടെ ഡിമാൻഡ് ഫോർ മണിയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എം ഡി ഈസ് ഈക്വൽ ടു കെ പി വൈ. എം ഡി ഈസ് ഈക്വൽ ടു കെ പി വൈ. എം ഡി എന്താണ്, ഡിമാൻഡ് ഫോർ മണി. എം ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ്. വൈ എന്താണ്, ഔട്ട്പുട്ട് ലെവലാണ്. പി എന്താണ്, പ്രൈസ് ലെവലാണ്. കെ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് വൈ, വൈയുടെ ഫ്രാക്ഷൻ ആണ്. ഇനി ഇവിടെ എം ഡി ഡിമാൻഡ് ഫോർ മണിയാണ്, കെ വൈയുടെ ഫ്രാക്ഷൻ ആണ്, പി എന്ന് പറയുന്നത് പ്രൈസ് ലെവലാണ്, വൈ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ലെവലാണ്. ഇക്വേഷൻ എം ഡി ഈസ് ഈക്വൽ ടു കെ പി വൈ സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ ഹോൾഡ് ക്യാഷ് ബാലൻസ് സിൻസ് ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ മണി റിസീവ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ എന്തും കൂടെ മനസ്സിലാക്കണം, ഇവിടെ എക്സ്പെൻഡിച്ചറും റെസീപ്റ്റ്സും മണി റെസീപ്റ്റ്സും തമ്മിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് എപ്പോഴും. അതായത് നമുക്ക് എക്സ്പെൻഡിച്ചർ എല്ലായ്പ്പോഴും വരും, പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് റെസീപ്റ്റ്സ് വരണമെന്നില്ല. ഇപ്പം എക്സാമ്പിളായിട്ട് ഒരു സാലറീഡ് പേഴ്സൺ ആണെന്ന് വെക്കട്ടെ. ഈ സാലറീഡ് പേഴ്സണ് 1 മന്തിന് ശേഷമാണ് മന്ത്ലി സാലറി കിട്ടുന്ന ഒരാൾക്ക് 1 മന്ത് കഴിഞ്ഞിട്ടാണ് സാലറി കിട്ടുന്നത്. പക്ഷെ ആ സാലറി കിട്ടിയിട്ടല്ലല്ലോ അദ്ദേഹം എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് ഡെയിലി അവർ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ മറ്റു മാർഗത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അവിടെ ഇൻകം ഏൺ ചെയ്യാൻ, റിസീപ്റ്റ്സ് കിട്ടാൻ 1 മന്ത് ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അതാണ് റിസീപ്റ്റ്സും എക്സ്പെൻഡിച്ചറും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതും ഈ ഒരു ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ദി സപ്ലൈ ഓഫ് മണി ഈസ് ഫിക്സ്ഡ് ആസ് ഇറ്റ് സപ്ലൈഡ് ബൈ ദി സെൻട്രൽ ബാങ്ക്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സപ്ലൈ ഓഫ് മണി കോൺസ്റ്റന്റ് ആണ്, അതായത് എം എസ് ഈസ് ഈക്വൽ ടു എം. മണി സപ്ലൈ കോൺസ്റ്റന്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എം ആണ് എടുത്തിട്ടുള്ളത്. ദെൻ there is a proportional relationship between money stock and price level. മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ എന്ത് റിലേഷൻ ആണ്, ഒരു പോസിറ്റീവ് റിലേഷൻ ആണുള്ളത് എന്നുള്ളതാണ് ഈ ഇക്വേഷനിൽ പറയുന്നത്. മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണുള്ളത്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി says that quantity of money determines the price level. ക്വാണ്ടിറ്റി ഓഫ് മണി ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രൈസ് ലെവൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ വൈ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, കാരണം ക്ലാസിക്കൽ ഇക്കോണമിയിൽ നിലനിൽക്കുന്നത് ഫുൾ എംപ്ലോയ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ വൈയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുന്നില്ല. നോക്കാം, മണി മാർക്കറ്റ് ഇക്വിലിബ്രിയമാണ് എവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ മണി സ്റ്റോക്ക് എം, മണി സപ്ലൈ അല്ലെങ്കിൽ മണി സ്റ്റോക്ക് ആണ് എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് പ്രൈസ് ലെവലാണ്. ഈ മണി സപ്ലൈയും പ്രൈസ് ലെവലും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. There is proportional relationship between M and P. മണി സപ്ലൈയും പ്രൈസും തമ്മിൽ എന്ത് റിലേഷനാണ്, പ്രൊപ്പോർഷനേറ്റ് റിലേഷൻ ആണ് ഉള്ളത്. എത്ര മണി സപ്ലൈ കൂടുന്നുവോ അത്രയും പ്രൈസ് ലെവൽ കൂടും, എത്ര മണി സപ്ലൈ കുറയുന്നുവോ അത്രയും പ്രൈസ് ലെവൽ കുറയുകയും ചെയ്യും. അതാണ് മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിലുള്ള. As money supply increases from M1 to M2, the price level also increases from P1 to P2. M1 ൽ നിന്നും M2 ആയിട്ട് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്തപ്പോൾ അതേ ഇൻക്രീസിങ് എവിടെയും കണ്ടു, പ്രൈസ് ലെവലിലും കണ്ടു.
ദെൻ അതുകൊണ്ട് തന്നെ മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് എക്സസ് മണി സപ്ലൈ മീൻസ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് ദാറ്റ് പുൾസ് അപ്പ് ദി ജനറൽ പ്രൈസ് ലെവൽ. എന്തുകൊണ്ടാണ് മണി സപ്ലൈയും പ്രൈസ് ലെവലും തമ്മിലുള്ള ലിങ്ക് വന്നത്? ഇവിടെ എക്സസ് മണി സപ്ലൈ മീൻസ് എന്താണ്? ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് എന്നുള്ളതാണ്. കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ് എക്സസ് മണി സപ്ലൈ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ എക്സസ് മണി സപ്ലൈ വന്നത് കാരണം എന്ത് സംഭവിച്ചു? ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് കൂടി. ഈ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് കൂടുമ്പോൾ ജനറൽ പ്രൈസ് ലെവലും ഓൾസോ ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവലും കൂടും. ബട്ട് മണി സപ്ലൈ ഡസ് നോട്ട് ഹാവ് എനി ഇമ്പാക്ട് ഓൺ വൈ വിച്ച് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ദി റിയൽ സെക്ടർ ആൻഡ് വൈ ഈസ് ഫിക്സ്ഡ് ഡ്യൂ ടു ഫുൾ എംപ്ലോയ്മെന്റ്. വൈ എന്തിലാണ്? റിയൽ സെക്ടറിലാണ് വൈ ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മണി സപ്ലൈ എന്തിനെ അഫക്ട് ചെയ്യില്ല? ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്യില്ല. മണി സപ്ലൈയിൽ മാറ്റം വന്നാൽ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ വൈൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.